നമസ്കാരം. സ്വപ്ന സുരേഷ് പറഞ്ഞതും സ്വപ്നം കണ്ടതുമായ കാര്യങ്ങൾ ഇപ്പോൾ പ്രാവർത്തികമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പറഞ്ഞു വരുന്നത് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ED ഒരുങ്ങി വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സ്വപ്ന സുരേഷ് ഇത് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ അഴിമതികൾ നടത്തുന്നതും തൻ്റെ മകൾക്ക് വേണ്ടിയാണ്. പുത്രി വാത്സല്യം കൊണ്ടാണ് പിണറായി വിജയൻ ഇതുപോലെ അഴിമതിയുടെ കാര്യത്തിൽ അന്ധനായി പോയത് എന്നാണ് സ്വപ്ന സുരേഷ് പലവട്ടം പറഞ്ഞിരിക്കുന്നത്. പല മാധ്യമങ്ങൾക്ക് കൊടുത്ത പല അഭിമുഖങ്ങളിലും സ്വപ്ന ഈ ഒരു കാര്യം തന്നെയാണ് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അഴിമതിയെല്ലാം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇതിന്റെ അപ്പുറത്തുള്ളത്, അതായത് ബിഗ് ഫിഷ് ഇപ്പോഴും പുറത്തു തന്നെയാണ്, വലയിൽ കുടുങ്ങിയിട്ടില്ല. അന്ന് സ്വപ്ന ഉദ്ദേശിച്ച ബിഗ് ഫിഷ് അഥവാ വലിയ മീൻ വീണ തന്നെയാണ് എന്നുള്ളതാണ് പിന്നീട് സ്വപ്ന സുരേഷ് തന്നെ വെളിപ്പെടുത്തിയത്. അതായത് മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ അഴിമതികളുടെയും പണം ചെന്നു ചേരുന്നത് വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർക്കും മുഖ്യമന്ത്രിക്കും ഉള്ള എല്ലാ അഴിമതി ആരോപണങ്ങളിലും നട്ടലായി നിന്നിരുന്ന അല്ലെങ്കിൽ നെടും തൂണായി നിന്നിരുന്നത് വീണ വിജയൻ തന്നെയാണ് എന്നാണ് സ്വപ്ന അർത്ഥശങ്കയ്ക്കിടയില്ലാതെ എപ്പോഴും വെളിപ്പെടുത്തിയിരുന്നത്. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിലാണ് സ്വപ്നയെ ആദ്യം കേരളം കണ്ടെത്തുന്നത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ സ്വപ്ന സുരേഷ് 2 വർഷക്കാലം ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു. അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്ന അവസരങ്ങളിലെല്ലാം സ്വപ്ന സുരേഷ് വളരെ അധികം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പിന്നീട് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാലയളവിലെല്ലാം സ്വപ്ന സുരേഷിന് ഉള്ളിൽ ഒരേ ഒരു നിശ്ചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഈ വിധത്തിൽ എൻ്റെ ജീവിതവും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ജോലിയുമെല്ലാം താറുമാറാക്കിയ വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പുന്നാര മകളെ ഒരു ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യുന്ന ഒരു കാലം വരും, ജയിലിൽ പോകുന്ന ഒരവസരം വരും. ഇത് തന്നെയാണ് സ്വപ്ന സുരേഷ് കാത്തിരുന്നതും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള എല്ലാ അഴിമതി ആരോപണങ്ങളുടെയും കൃത്യമായ രേഖകൾ സ്വപ്ന സുരേഷ് ഉന്നത അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ വിജയനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി വരുന്ന EDക്കും സ്വപ്ന സുരേഷ് തന്റെ കൈവശമുള്ള എല്ലാവിധ രേഖകളും കൈമാറിയിരുന്നു എന്ന് തന്നെയാണ് സ്വപ്ന നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. സ്വപ്ന സുരേഷ് നിരന്തരമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ മാസപ്പടി വിവാദവും ഏത് വിധേനയും തേച്ചു മാച്ചു കളയാൻ സാധിക്കും എന്നുള്ളത് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPMന്റെയും കണക്കുകൂട്ടൽ. എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകളെ താളം തെറ്റിച്ചുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സ്വപ്നയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എക്സാലോജിക്കിലേക്കും എത്തുന്നത്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് സ്വപ്ന സുരേഷിന്റെ എക്സാലോജിക്കിന് വഴിവിട്ട രീതിയിലുള്ള ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് കൈപ്പറ്റിയ എന്നുള്ള വിവരങ്ങൾ ആദ്യമായി പുറത്തു വന്നതും ഈ രേഖകളെ തുടർന്നാണ് ബംഗളൂരു ROC വീണ വിജയനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. തുടർന്ന് കൊച്ചി ROCയും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും കമ്പനി കാര്യ മന്ത്രാലയം, കോർപ്പറേറ്റ് കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകൾ മാത്രമേ ഇതിൽ കണ്ടെത്താൻ സാധിക്കൂ എന്നുള്ളതിനാൽ കൃത്യമായ അഴിമതികൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. കേവലം പറഞ്ഞു കേൾക്കുന്ന 1,72,00,000 രൂപയുടെ ഏർപ്പാടല്ല ഇതിൽ നടന്നിരിക്കുന്നത് എന്ന് അടുത്ത കാലത്ത് BJPയിലേക്ക് എത്തിയ PC ജോർജിന്റെ മകനും അഡ്വക്കറ്റും കൂടിയായ ഷോൺ ജോർജ് ആണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മാസപ്പടി വിവാദത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി കൊടുത്തത്. എന്നാൽ ഈ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണ വിജയനിലേക്ക് എത്തുകയായിരുന്നു. സാധാരണഗതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ മറ്റുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് നിർവീര്യമാകുകയാണോ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്ന അവസരത്തിൽ അവർ തന്നെയാണ് EDയുടെ അന്വേഷണം കൂടി ഈ കേസിൽ കാര്യക്ഷമമായ രീതിയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ED വീണ വിജയനെ തേടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഫലത്തിൽ സ്വപ്ന സുരേഷിന്റെ പരിശ്രമങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ. വീണ വിജയനെ ED ചോദ്യം ചെയ്യുകയോ ചോദ്യം ചെയ്യലിന് ശേഷം വീണയെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നീട് മുഖ്യമന്ത്രി കസേരയിൽ തുടരുവാൻ സാധിക്കില്ല, മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതായി വരും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അത് ഇത്രയും നാളും കൊട്ടിഘോഷിച്ചതുപോലെയല്ല, മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയതുപോലെയല്ല. ഇപ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്
ശരിയാണ് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. വീണ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുന്നതിലൂടെ വീണയ്ക്ക് ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ വിധത്തിൽ മറുപടി കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മറുപടികൾ നൽകാൻ സാധിക്കാതെ വന്നാൽ ഇ ഡി വീണ വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇതുവരെയും അറിയാൻ കഴിയുന്ന വർത്തമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കാര്യങ്ങൾ സ്വപ്ന സുരേഷ് വിചാരിച്ച നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ വിജയൻ ഏത് വിധേനയും ഏത് നേരവും അറസ്റ്റിലാകാം എന്നുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും കരുക്കൾ നീക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ബഹുമാനപ്പെട്ട രണ്ട് ഹൈക്കോടതികൾ, കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണമെന്ന വീണ വിജയന്റെയും KSADCയുടെയും ഹർജികൾ തള്ളിയതിനാൽ അവർക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അതിന് അനുബന്ധമായി വന്നിരിക്കുന്ന ഇ ഡിയുടെ അന്വേഷണത്തെ തടയുവാനും വീണ വിജയനോ പിണറായി വിജയനോ സാധിക്കില്ല എന്നിരിക്കെ വീണ വിജയന്റെ അറസ്റ്റ് തടയുവാൻ മുഖ്യമന്ത്രിക്കും കോടതിക്കും സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത് തന്നെയാണ് സ്വപ്നയും വിഭാവനം ചെയ്തിരുന്നത്. ഫലത്തിൽ വീണ വിജയൻ പെട്ടു അല്ലെങ്കിൽ പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിലൂടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കസേരയും തെറിക്കുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 1,72,00,000 രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ വീണ വിജയനും CMRL തമ്മിൽ നടന്നിരിക്കുന്നു. CMRL എന്ന കമ്പനിക്ക് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഇതിന് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകിയിട്ടില്ല എന്ന് CMRLന്റെ ഭാഗത്തു നിന്നും മൊഴിയുണ്ടാകുന്നു. എന്നാൽ ഇതിലൂടെ നടന്നിരിക്കുന്നത് വൻ തുകയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ തന്നെയാണ് എന്നതാണ്. ഈ കേസാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് എന്നുകൂടി എടുത്തു പറയുമ്പോൾ വീണ വിജയൻ തീർച്ചയായും പെട്ടു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, പറഞ്ഞു കേൾക്കുന്നത് പോലെ 1,72,00,000 രൂപയുടെ ഇടപാടല്ല ഈ കേസിൽ നടന്നിരിക്കുന്നതെന്നും 45,000 കോടി രൂപയുടെ അനധികൃത ഇടപാടാണ് ഇതിലൂടെ മറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജും പറയുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന 1,72,00,000 രൂപയുടെ ഇടപാടിന്മേലല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നത്, ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ അറിയുമ്പോഴാണ് വീണ വിജയൻ ഏത് നിമിഷവും അറസ്റ്റിലായേക്കാം എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്, അന്വേഷണങ്ങളാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും തന്റെ മകളെ രക്ഷിക്കുവാനുള്ള ഉപായങ്ങൾ കാണാതെ മുഖ്യമന്ത്രി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇ ഡിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ ഏത് തരത്തിൽ സഹകരിക്കും, സഹകരിക്കില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയണം. വീണ വിജയൻ എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല. ഇ ഡി വീണ വിജയനെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നത് വഴി കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം എന്താവും, മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമോ, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാവുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.